എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ദിനങ്ങൾ വളരെ വിലപ്പെട്ടത് തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് എക്സാമിന് എത്ര ദിവസം കിട്ടും? കുറച്ച് അധികം നാൾ നമുക്ക് എന്തായാലും കിട്ടും. എന്തായാലും നമ്മളിപ്പോ നിൽക്കുന്നത് ജനുവരി ആണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്കൊരു 8-9 മാസം അതിൽ കൂടുതൽ കിട്ടിയാൽ തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസത്തില് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ ഈ പറയുന്ന ജോലിയിൽ കയറാൻ പറ്റും, ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ആദ്യം തന്നെ നിങ്ങൾ ബേസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആഴ്ചത്തെ കാര്യം. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെയാ വരുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്സ്, റീസണിങ്, സയൻസ്, ഇത്രയും ഏരിയ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജനറൽ അവയർനെസ്സിന് തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും പഠിച്ചുകൊണ്ടിരിക്കാതെ ഡെയിലി നിങ്ങൾ മാത്സ്, റീസണിങ്, സയൻസ്, ഇതിന് കറണ്ട് അഫയേഴ്സ്, ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് ഉറപ്പിക്കാനും ജോലിയിലേക്ക് കയറാനായിട്ടും നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാം. അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ പഠനം നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് മാത്തമാറ്റിക്സില് അല്ലെ, മാത്സും അതുപോലെ തന്നെ റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, പെർസെന്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇതിനൊക്കെ മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരും. കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എത്ര അറിയില്ലാത്ത മാത്സ് അറിയില്ലാത്ത ആളാന്ന് പറഞ്ഞ പോലും ഇതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനി അതുപോലെ റീസണിങ്ങിനകത്ത് നമ്മൾ വരുമ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് കോഡിങ്, ഡീകോഡിങ്, അനലോഗി, ആൽഫബറ്റ് സീരീസ്, ബ്ലഡ് റിലേഷൻസ്, ഇതൊക്കെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസി. അതായത് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങുക, ടഫ് ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് പഠിച്ചു തുടങ്ങും, നമുക്ക് അവിടെ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് തുടങ്ങും. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഏരിയാസ് സ്കോർ ചെയ്യുക, നോക്കി സോർട്ട് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ പിന്നീട് മാത്രം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഏരിയയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പോവുക. പിന്നെ സയൻസിനകത്ത് നമ്മൾ പറയുമ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളുടെ ക്ലാസ്സിൽ, നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്കൊക്കെ ഡെയിലി 3 മണിക്ക് ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സയൻസിലെ ഏറ്റവും നല്ലത് NCERTs തന്നെയാണ്. ഈ കഴിഞ്ഞ എക്സാമിന്റെ ഷിഫ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ നോർമൽ PSC പോലെയല്ല നമ്മൾ RRB റെയിൽവേ എക്സാമുകൾക്കൊക്കെ സയൻസ് പഠിക്കേണ്ടത്. എന്താണ് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ജസ്റ്റ് ഒരു പോയിന്റ് പോയി പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതിൽ ആപ്ലിക്കേഷൻ ലെവല് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് അറിയണം. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ്, NCERTs നോക്കുക എന്നുള്ളതാണ്. NCERTയിൽ നമുക്ക് ലൂസെന്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. കൺസോളിഡേറ്റ് ആയിട്ട് പോയിന്റ് കൊടുത്ത് വളരെ നീറ്റായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കാണുക. 8, 9, 10 സയൻസിന്റെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഫിസിക്സ് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ സൗണ്ട്, ആ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് അതിന്റെ പുറകെ കിടക്കുന്ന പ്രോബ്ലംസും അതുപോലെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന റെസിസ്റ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് മനസ്സിലാക്കി ആ ഏരിയാസ് നമ്മൾ ഡെയിലി NCERTs ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്സ് ഉണ്ട്. ആദ്യം നമ്മൾ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ച് നമ്മൾ മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആവും. അതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കറണ്ട് അഫയേഴ്സ്, 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുക. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കി ഏരിയാസ് ഒന്നും നിങ്ങൾ നോക്കില്ലെങ്കിൽ പോലും സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് GK GSൽ എസ്പെഷ്യലി എന്താണ് GAയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ആളുടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പിക്ക് ചെയ്ത് പോവാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അഭാവമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്.
ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുക. മാക്സിമം അത് നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ പരീക്ഷ എഴുതി ശീലിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഈ 150 ദിവസത്തെ ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. ഒരു ദിവസം നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അന്ന് വരുന്നിട്ട് ഫുൾ അതുവരെ പഠിച്ചിട്ടുള്ള ഡേ 5 ഫുൾ ടെസ്റ്റ് ആണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ എക്സാം എടുക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ നമ്മളൊരു പോർഷൻ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മാക്സിമം PYQs നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ജനറൽ സയൻസ് ലൂസ് ആൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസാണ് നമ്മൾ നൽകുന്നത്. ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ മാത്സ് നൽകുന്നുണ്ട്, റീസണിങ് തരുന്നുണ്ട്, സയൻസ് നൽകുന്നുണ്ട്, കംപ്ലീറ്റ് അല്ല GA അതിന് സെപ്പറേറ്റ് തരുന്നുണ്ട്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പാക്കേജ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നീടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ പോവുള്ളൂ. നമ്മുടെ പുതിയൊരു ബാച്ച്, ഏറ്റവും പുതിയൊരു ബാച്ച് ഇംഗ്ലീഷ് ക്ലാസ്സസും മലയാളത്തിൽ നമ്മൾ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. 1999 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ ഇത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് ഓപ്പൺ ആക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്ന കാര്യം വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് സപ്പോർട്ടിന് വേണ്ടി ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ ഒരു മെന്ററും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും 3 മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടു മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.